ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വെറൈറ്റി ഫാനാണ്. നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഫാനുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൈ സ്പീഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓറിയൻറ്റ് ഫാൻ്റെ ഹൈ സ്പീഡ് ഫാൻ സെലക്ട് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞതാണ്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഫാനിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡ് എന്ന് പറയുന്നത് തന്നെ ഹൈ സ്പീഡ് തന്നെയുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. BLDC അല്ല എന്നുള്ളൊരു ഡ്രോബാക്സ് മാത്രമാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 2500 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത്ര റേറ്റ് വരുന്നില്ല. ബാക്കി നമുക്ക് എങ്ങനെ നല്ലൊരു 10% ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. BLDC ഫാനല്ല ഓൾന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. BLDC അല്ല, സാധാരണ നോർമൽ ഫാനാണ്. എന്നാൽ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹൈ സ്പീഡ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. നന്നായിട്ട് കാറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബജാജിൻ്റെ ഫാൻ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അതായത് സൗണ്ട് ഒത്തിരി കൂടുതലായിരിക്കും. അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എയർ കട്ടിങ് കൂടുന്ന സമയത്ത് നോർമൽ എന്തായാലും സൗണ്ട് ഉണ്ടായിരിക്കും. അത് ഏത് ഫാൻ അവകാശപ്പെട്ടാലും നോർമൽ ലെവലിലാണെങ്കിലും നന്നായിട്ട് കാറ്റ് ലഭിക്കണമെങ്കിൽ എയർ കട്ടിങ് കൂടുതലുണ്ടാവണം. എയർ കട്ടിങ് കൂടുതലുണ്ടായാലേ നമുക്ക് താഴെ കാറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും എയർ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഇല്ല എന്ന് പറയണേക്കാൾ ബെറ്റർ എയർ കട്ടിങ് കൂടുതലുണ്ടോ അതിന് എന്തായാലും ഉറപ്പായിട്ടും സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കാറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെ നമുക്ക് നല്ല കാറ്റ് ഈ ഫാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.